ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ശ്രീ മുസാജി സർ, അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാഥൻ ഫൈസൽ സർ, മറ്റു വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരികൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെ ഇന്നത്തെ ഈ ചടങ്ങിൽ സാർ നമ്മൾക്ക് തന്നിട്ടുള്ള വളരെ പ്രസക്തമായ വിഷയം ജീവിത വിജയം എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ദിവസവും. കാരണം ഇതൊരു ജീവിത വിജയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ഈ അക്കാഡമിയുടെ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിക്കുന്നത് തന്നെ ഒരു ജീവിത വിജയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതം മറ്റു പല വസ്തുക്കളും അല്ലെങ്കിൽ പല സൗകര്യങ്ങളും കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ വീടായാലും നമ്മുടെ മറ്റു കാറായാലും ഫോണായാലും മറ്റു സൗകര്യങ്ങളും ഒരുപാട് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ സ്വയം മെച്ചപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രസക്തമായ വിഷയം. അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത വിജയം ആണ് നമ്മുടെ എയിമായിട്ട് നമ്മൾ കാണേണ്ടത്. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. പ്രധാനമായും നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുസഹാജി, മറ്റു വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ബ്രൈറ്റ് അക്കാദമിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രോഗ്രാമിലാണ് ഇന്ന് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. നമ്മുടെ വിഷയം ജീവിത വിജയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ്. നമ്മുടെ ജീവിതം എന്നത് വരാനുള്ള ഒരു കാലഘട്ടമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞു പോയ കാലത്തെയൊക്കെയാണ് നമ്മൾ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ജീവിക്കുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യത്തിനെ നമ്മൾ നേരിടുമ്പോഴും ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ പോസിറ്റീവോടുകൂടെ അതിനെ നേരിടുക, എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തയിൽ നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് മൊബൈലിലും മറ്റൊക്കെയാണ്. അത് കാരണം നമ്മൾ പകലിനെ കുറച്ച് സമയം രാത്രിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ രാത്രിയുടെ കുറച്ച് സമയം നമ്മൾ പകലായിട്ട് ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പകലിനെ പകലായും രാത്രിയെ രാത്രിയായും ഉപയോഗിക്കുക, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എണീക്കുക, ഇതുപോലുള്ള ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അതുപോലെ തന്നെയാണ് നമ്മൾ തീരുമാനമെടുത്താൽ അത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ ശ്രമിക്കുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് പറ്റിക്കോണമെന്നില്ല, പക്ഷേ നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ജീവിത വിജയം കിട്ടും. അത് നമ്മൾ ബിസിനസ്സിലാവാം, മറ്റു ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരൊക്കെ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്. നമുക്കൊരു പക്ഷേ നമ്മുടെ തല മുടിയൊന്ന് നരച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇല്ലാതാവും ആ നേരം. അതുപോലെ തന്നെ നമ്മുടെ ശരീര കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നമ്മുടെ മനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. മനസ്സിൽ വെളിച്ചമായാൽ മാത്രമാണ് നമ്മൾ ഒരു യഥാർത്ഥ മനുഷ്യനാവുന്നത്. ആ മനസ്സ് നന്നായാൽ മനുഷ്യൻ മാത്രമല്ല നന്നാവുന്നത്, നമ്മുടെ ജീവിതവും നന്നായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിനെ നന്നാക്കേണ്ടതുണ്ട്. നമ്മളൊരു പക്ഷേ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ശ്രദ്ധിച്ച് നടന്ന ശരീരം അവിടെ തന്നെ ഉണ്ട്. അതിൽ നിന്നും നീങ്ങിയിട്ടുള്ളത് നമ്മുടെ കൽവ് അല്ലെങ്കിൽ മനസ്സ് എന്നുള്ളതാണ്. അത് പോകുമ്പോഴാണ് നമ്മൾക്ക് നഷ്ടമാകുന്നത്. അതിലുള്ള സമയത്ത് നമ്മൾ അതിനെ കാണുന്നില്ല. അത് ജീവിച്ചിരിക്കുന്ന സമയത്തും മരണത്തിന് ശേഷവും നമുക്ക് ജീവിതത്തിലും ഇവിടുന്ന് മരണപ്പെട്ടു പോയാൽ നമുക്ക് വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. നമ്മൾ അടുത്തുള്ളവരെ കേൾക്കാൻ ഒരുപക്ഷെ നമുക്ക് അവർക്ക് ഉപദേശം നൽകുന്നതിലും അപ്പുറം അവർ പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. ആരായിക്കോട്ടെ, ഒരുപക്ഷെ നമ്മുടെ താഴെയുള്ള ആളുകളാവാം, ഒരുപക്ഷെ ഒരു ഭ്രാന്തനായിരിക്കാം.
എന്താണ് പറയുന്നത് അവരെന്നുള്ളത് നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. നമ്മളിങ്ങനെയുള്ളൊരു പരിപാടിയിലായതുകൊണ്ട് നമ്മൾക്ക് സമയം വളരെ കുറവായതുകൊണ്ടും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്കിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന ഈ ബ്രൈറ്റ് അക്കാദമിക്കും അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേട്ട നിങ്ങൾക്കും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.